ADGPക്കും അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സഖാവ് പി ശശിക്കുമെതിരായിട്ട് ആരോപണം ഉന്നയിക്കും. പി ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചു എന്ന് വെച്ചാൽ അതിനർത്ഥം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചു എന്ന് തന്നെയാണ്. അൻവറിൻ്റെ പുറകിൽ വളരെ പ്രബലരായ ചില ആളുകളുണ്ട്. എല്ലാവരും തന്നെ അൻവറിൻ്റെ ആരാധകരായി മാറിയിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, അൻവർ ഒറ്റയ്ക്കല്ല. അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളുടെ ഗൗരവം കൊണ്ടുമല്ല. അവർക്കും അറിയാം അൻവറിൻ്റെ പുറകിലുള്ളത് ആരാണ്, അൻവറിനെ ആരാണ് വേഷം കെട്ടിച്ച് ഗോതയിൽ ഇറക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ അത് മനസ്സിലാകാത്ത ആൾ അൻവർ മാത്രമായിരിക്കും. ഗോവിന്ദൻ മാഷിനെ കൂടി മുൻനിർത്തിയിട്ട് മറ്റ് ചില മൂലധന ശക്തികൾ CPM-നകത്ത് തന്നെയുള്ള വളരെ. നമസ്കാരം. പിണറായി യുഗം അവസാനിക്കുകയാണെന്ന് വരെ ഇപ്പോഴത്തെ അടക്കം പറച്ചിൽ. എന്നാൽ അങ്ങനെയാണോ കാര്യങ്ങൾ? നിലമ്പൂർ MLA PV അൻവർ മുഖ്യമന്ത്രിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ വന്ന് വെറുതെ അങ്ങ് കാര്യങ്ങൾ പറയുമോ? അതുമില്ല. അതിനു പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളും ഉദ്ദേശ്യങ്ങളും ഒക്കെയുണ്ട്. അതല്ലാതെ ഇപ്പോഴത്തെ പിണറായിയുടെ മൂട് പൊളിക്കുന്ന ആരോപണത്തിൽ വെറുമൊരു PV അൻവർ മാത്രമാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. അതേക്കുറിച്ച് വ്യക്തമാക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ. UAE-യിലെ ആ വമ്പനാണ് അൻവറിന് പിന്നിലുള്ളത്. സത്യത്തിൽ ഇതാരാണെന്ന് മനസ്സിലാകാത്ത, ഇതിന് പിന്നിലെ കളിയുടെ ഉദ്ദേശശുദ്ധി എന്തെന്ന് കൃത്യമായി മനസ്സിലാകാത്ത ഒരേ ഒരു വ്യക്തി, അത് PV അൻവർ MLA മാത്രമാണ്. ആരാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാക്കുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ ഒന്നാണ് PV അൻവർ മുഖ്യമന്ത്രി നേരിട്ട് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ. PV അൻവർ നമുക്കറിയാം, മുഖ്യമന്ത്രിയോട് ഏറ്റവും അടുപ്പമുള്ള ഒരു MLA ആണ്. മാർക്സിസ്റ്റ് MLA-മാർക്ക് നൽകാത്ത പല സ്വാതന്ത്ര്യങ്ങളും ദുസ്വാതന്ത്ര്യങ്ങളും അൻവറിന് മുഖ്യമന്ത്രി അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അൻവറിനാണെങ്കിൽ എല്ലില്ലാത്ത നാവാണ് ഉള്ളത്. ആരെക്കുറിച്ചും എന്തും പറയാം, എപ്പോഴും പറയാം. അദ്ദേഹം സർവാധരണീയനായ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ കേരളീയ മനസാക്ഷിയെ ഞെട്ടിച്ചതാണ്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് വരെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് മുഖ്യമന്ത്രി ഇടപെട്ട് അൻവറിനെ തിരുത്തും എന്നാണ്. പക്ഷേ മുഖ്യമന്ത്രി വളരെ അനുമോദനപൂർവമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അൻവർ പറഞ്ഞതിൽ വലിയ തെറ്റൊന്നുമില്ല, രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് രാഹുൽ ഗാന്ധിയെ ഗുണദോഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്ര അടുപ്പമുള്ള ആളാണ് അൻവർ. അൻവർ എന്ത് ചെയ്താലും മുഖ്യമന്ത്രി അതിനെയൊക്കെ അനുമോദിക്കും, അഭിനന്ദിക്കും, തോളിൽ തട്ടുകയും ചെയ്യും. അങ്ങനെ ഇത്ര അടുപ്പമുള്ള അൻവറിന് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി നേരിട്ട് കേട്ട് പറയും, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പറയും. അതിന് പകരം അദ്ദേഹം മലപ്പുറം SP-ക്കെതിരായിട്ട് ആദ്യം കയർത്ത് സംസാരിക്കുന്നു. SP കൂടി ഉള്ളൊരു വേദിയിൽ അദ്ദേഹത്തെ അവഹേളിച്ച് സംസാരിക്കുന്നു. അത് ചർച്ചാ വിഷയമായി കഴിഞ്ഞപ്പോൾ മാപ്പ് പറയണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നിലമ്പൂരിൻ്റെയും മലപ്പുറത്തിൻ്റെയും മാപ്പ് ഭൂപടം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇത്രയും മാപ്പ് മതിയോ എന്ന് ചോദിക്കും. അതൊക്കെ അൻവറിൻ്റെ ചില കുസൃതികൾ എന്ന് എല്ലാവരും വിചാരിച്ചു. അപ്പോഴാണ് മുൻ SP-ക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നു, അയാൾ തടി വെട്ടിക്കൊണ്ടുപോയി എന്ന ഒരു ആരോപണം ഉന്നയിക്കും. ഇപ്പോഴത്തെ SP-യുടെ ഔദ്യോഗിക വസതിയിൽ അതിക്രമിച്ച് കയറാൻ നോക്കും. അത് കഴിഞ്ഞ് അതിനു മുന്നിൽ സത്യാഗ്രഹം ഇരിക്കും. ഇതൊക്കെ കണ്ടപ്പോഴും അൻവറല്ലേ ഇത്രയല്ലേ ചെയ്തുള്ളൂ എന്ന് കരുതി എല്ലാവരും സമാധാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അൻവർ സാക്ഷാൽ ADGP-ക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നു. MR അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വലിയ വിശ്വാസമുള്ള ആളാണ്, മുഖ്യമന്ത്രിയുടെ മേൽ വലിയ സ്വാധീനമുള്ള ആളാണ്. അദ്ദേഹം പോലീസ് മേധാവി എന്നതിലുപരി മുഖ്യമന്ത്രിയുടെ ഒരു കാര്യസ്ഥനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ADGPക്കും അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സഖാവ് P ശശിക്കുമെതിരായിട്ട് ആരോപണം ഉന്നയിക്കും. P ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചു എന്ന് വെച്ചാൽ അതിനർത്ഥം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചു എന്ന് തന്നെയാണ്. മാത്രമല്ല, നാട്ടിലെ ക്രമസമാധാന തകർച്ചയെക്കുറിച്ച് പൊതുവെ ബഹുജനങ്ങളുടെ ഇടയിൽ ഒരു ഭയാശങ്ക നിലനിൽക്കുന്ന കാലമാണ്. അക്രമികൾ അഴിഞ്ഞാടുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഭയങ്കരന്മാരായ ക്രിമിനലുകളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ ദൈനംദിനാടിസ്ഥാനത്തിൽ വാർത്തകൾ വരുമ്പോൾ, അല്ലെങ്കിൽ തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിൽ ഈ വാടക ഗുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ, വലിയ ഭയാനകമായ കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ ദിവസവും പത്രത്തിലും ചാനലിലുമൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ, ഈ സംസ്ഥാന പോലീസ് മേധാവിയുടെ ജോലി കൂടി വഹിക്കുന്ന അഡീഷണൽ DGP, അദ്ദേഹത്തിൻ്റെ മേലാവായിരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി, രണ്ടുപേർക്കും അനുഗ്രഹ ആശീസ്സുകൾ നൽകുന്ന മുഖ്യമന്ത്രി, ഇത്രയും പേരെ ഒറ്റയടിക്ക് പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് അൻവറിൻ്റെ പത്രസമ്മേളനം വരിക. അതിനുശേഷം അദ്ദേഹം ആരോപണങ്ങൾ ആവർത്തിക്കുന്നു. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കത്ത് കൊടുക്കും. അപ്പോൾ എല്ലാവരും വിചാരിച്ചു തീർന്നു, ഒതുങ്ങി. ഇല്ല, അപ്പോഴും തരുന്നില്ല. അദ്ദേഹം പാർട്ടി സെക്രട്ടറിക്ക് നേരിട്ട്
പരാതി കൊടുക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രി ആയ ആളല്ല, പാർട്ടിയാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കിയത് എന്ന് ഓർമ്മിപ്പിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്, അൻവർ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, അൻവറിന് ശക്തമായ പിന്തുണയുമായിട്ട് കാരാട്ട് റസാഖ് എന്ന പഴയ മുൻ എം എൽ എ രംഗത്ത് വരും. അതും മനസ്സിലാക്കാവുന്നുള്ളൂ, കാരണം ഇത് രണ്ടും ഒരു നുഖത്തിൽ പൂട്ടാവുന്ന ആളുകളാണ്. പക്ഷേ ബുദ്ധിമാനായ മുഖ്യമന്ത്രിയുടെ വളരെ പ്രിയങ്കരനായ KT ജലീൽ താത്വിക തലത്തിൽ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. മുഖ്യമന്ത്രിയുടെ ഗതം അറിഞ്ഞതിന് ശേഷവും അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇനി മേലിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കില്ല എന്ന് വരെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ കൗതുകകരമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് വ്യക്തിപരമായ എന്തെങ്കിലും കാരണത്തിൻ്റെ പേരിലല്ല, രാഷ്ട്രീയമായ കാരണത്തിൻ്റെ പേരിലുമല്ല. അൻവറിൻ്റെ പുറകിൽ വളരെ പ്രബലരായ ചില ആളുകളുണ്ട്. അവരുടെ വ്യക്തമായ അറിവോടും പിന്തുണയോടും ഒത്താശയോടും കൂടിയിട്ടാണ് അൻവർ ഇങ്ങനെ ആരോപണമായിട്ട് മുന്നോട്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളെ കൂടി ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കും. അതുമാത്രമല്ല, ഈ വിഷയം ഉണ്ടായതിനു ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ അൻവറിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വീകാര്യത, ഇത്ര നാളും മുഖ്യമന്ത്രിയുടെ ആരാധകരായിരുന്ന, മുഖ്യമന്ത്രിയുടെ സ്തുതിഗായകരായിരുന്ന ചില മാധ്യമപ്രവർത്തകർ, അവർ ഏറെക്കുറെ എല്ലാവരും തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി വളരെയധികം പണിപ്പെട്ട് പരിശ്രമിക്കുന്നവരാണ്. ഈ വിഭാഗക്കാരെ എല്ലാവരും ഒറ്റയടിക്ക് മുഖ്യൻ്റെ വിരോധികളായി ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയത്തെക്കുറിച്ച്, വീഴ്ചയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും തന്നെ അൻവറിൻ്റെ ആരാധകരെ മാറിയിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, അൻവർ ഒറ്റയ്ക്കല്ല. ഈ മാധ്യമപ്രവർത്തകർ ആരും തന്നെ അൻവറിനോടുള്ള ആരാധന കൊണ്ടോ ബഹുമാനം കൊണ്ടോ അല്ല അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത്. അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളുടെ ഗൗരവം കൊണ്ടുമല്ല. അവർക്കും അറിയാം അൻവറിൻ്റെ പുറകിലുള്ളത് ആരാണ്, അൻവറിനെ ആരാണ് വേഷം കെട്ടിച്ച് ഗോതയിൽ ഇറക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ അത് മനസ്സിലാകാത്ത ആൾ അൻവർ മാത്രമായിരിക്കും. അൻവറിനെ ഇറക്കിയിട്ടുള്ള ആരാന്ന് അൻവറിനറിയാം, പക്ഷേ അൻവറിൻ്റെ ഇറക്കിയതിൻ്റെ പുറകിലുള്ള ചേതോവികാരം എന്താണ്, ആരാണ് ഇവരുടെ ലക്ഷ്യം എന്ന് അൻവറിന് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അൻവറിന് അതിനെക്കുറിച്ച് ബോധ്യമില്ല. പക്ഷേ KT ജലീലിനറിയാം ആരാണ് പുറകിലെന്നും എന്താണ് അവരുടെ ഉദ്ദേശം എന്ന്. ഇതിലുമാടി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ EP ജയരാജൻ്റെ പേരിൽ വന്ന നടപടിയാണ്. EP ജയരാജനെതിരായിട്ട് നടപടിയെടുക്കാം, പക്ഷേ അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടിയില്ല. മാത്രമല്ല, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് 3 മാസത്തിനധികം കഴിഞ്ഞു, തെരഞ്ഞെടുപ്പും കഴിഞ്ഞു, റിസൾട്ടും വന്നു, തോൽവി അംഗീകരിച്ചു. അതിനുശേഷം EP ജയരാജനെ മാത്രം ബലിയാടാക്കി അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹത്തോട് നേരത്തെ മുഖ്യമന്ത്രിക്ക് പറയായിരുന്നു, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിക്ക് പറയായിരുന്നു, സഖാവ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിയണം എന്നാണ് പൊതുവെയുള്ള അഭിപ്രായമെന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങളാൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിയുകയാണ് എന്ന് പറഞ്ഞെങ്കിൽ, LDF കൺവീനർ എന്ന് പറഞ്ഞാൽ എടുത്ത പൊങ്ങാത്ത പദവിയൊന്നുമല്ല ജയരാജനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്. പക്ഷേ അദ്ദേഹത്തെ അപമാനിച്ച് കണ്ണൂർക്ക് പറഞ്ഞു വിട്ടു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നതിൽ ഇവർ വിജയിച്ചു. അപ്പോൾ ഒരു ഭാഗത്ത് ജയരാജൻ പരിത്യക്തനാകുന്നു, കോടിയേരി ബാലകൃഷ്ണൻ മരിക്കുന്നു, 4ാം സ്ഥാനക്കാരനായ ഗോവിന്ദൻ ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നു. അതൊക്കെ മനസ്സിലാക്കാം, പാർട്ടി ഹൈറാർക്കിയിൽ അങ്ങനെ പല കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഉണ്ടാവും, അതിനൊക്കെ ചില ന്യായങ്ങളുണ്ട്. പക്ഷേ അതിലുപരിയായിട്ട് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മൊത്തത്തിലൊരു സംഘം ചേരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഗോവിന്ദൻ മാഷിനെ കൂടി മുൻനിർത്തിയിട്ട് മറ്റ് ചില മൂലധന ശക്തികൾ, CPM-നകത്ത് തന്നെയുള്ള വളരെ ബുദ്ധിമാന്മാരായ ആളുകളുമാണ് ഇതിൽ കളിക്കുന്നത്. അൻവർ രംഗത്തിറങ്ങിയ സമയം കൂടി വളരെ പ്രധാനമാണ്. കാരണം എന്താ വെച്ചാൽ, ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന സമയമാണ്. ബ്രാഞ്ചിലും ലോക്കലിലും ഏരിയയിലും ഒക്കെ ആഭ്യന്തര വകുപ്പിനെതിരായിട്ട്, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട് വലിയ ആരോപണങ്ങൾ ഉയർന്നു വരും. അതിനെ പ്രതിരോധിക്കാൻ ഇവർക്ക് കഴിയാത്ത സാഹചര്യമുണ്ടോ? ഒന്നാമത് ക്രമസമാധാനം തകർന്നിരിക്കുകയാണ്. രണ്ടാമത് ഈ മൂലധന ശക്തികളുടെയും രാഷ്ട്രീയത്തിലെ ചില ദല്ലാളുമാരുടെയും മറ്റ് ചില നേതാക്കന്മാരുടെയും കൂടി താല്പര്യപ്രകാരം നിരന്തരമായി ആരോപണങ്ങൾ ഉയർന്നു വന്നാൽ മുഖ്യമന്ത്രിക്ക് അധികം പിടിച്ചെടുക്കാൻ പറ്റുകയില്ല. അദ്ദേഹം ഒന്നുകിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒഴിവാക്കണം, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഒഴിയണം. അതുമല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ത്യജിച്ച് ഈ യോഗദണ്ഡും കമണ്ടലും ഒക്കെ എടുത്ത് രാഷ്ട്രീയ വനവാസത്തിനും സന്യാസത്തിനും പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് ഇവിടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയം. മുഖ്യമന്ത്രിക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രബലരായ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ഏത് നിലവരെ പോകും എന്നുള്ളതാണ് നമ്മളിപ്പോൾ താല്പര്യപൂർവ്വം കൗതുകപൂർവ്വം കാത്തിരിക്കുന്നത്. ഏതായാലും 1998 ആരംഭിച്ച പിണറായി യുഗത്തിൻ്റെ അവസാനം കാണാറായി എന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹം 2025 ആണ്ടിൽ രാജിവെക്കുമോ, അതും 26 തെരഞ്ഞെടുപ്പ് തോറ്റ് തർപ്പണം വച്ചിട്ട് രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോകുമോ എന്ന ചോദ്യമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. ഏതായാലും ഈ കളിയുടെ കൂടുതൽ ആവേശകരമായ
രംഗങ്ങളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. നമുക്കത് കാത്തിരുന്ന് കാണാം.